ഹായ് ശ്വേത മാം. ഈ പെർഫോമൻസ് തെക്കേക്കരയുടേതാണെങ്കിലും വടക്കേക്കരയായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ട്. എന്ത് ബന്ധം? എന്റെ ഫ്രണ്ടാണ് പുള്ളി. എങ്ങനെ അതെ ഞാൻ എങ്ങനെ സംഭവിച്ചു? അതെങ്ങനെയായിരുന്നു? ആ ഒരു പ്രോഗ്രാംസ് ഒരുമിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. കുറെ ഷോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അജിയുടെ സ്വദേശം എവിടെയാണ്? എന്റെ സ്ഥലം മാമ്പള്ളി അഞ്ചുതെങ്ങ് ഒരു സ്ഥലമാണ്, തിരുവനന്തപുരത്തെ. അഞ്ചുതെങ്ങിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അവിടെ തെങ്ങുണ്ടല്ലേ? അതല്ലേ ആ തെങ്ങിൽ നിന്നൊരു മടൽ വെട്ടി തരുമോ? ഇനി നമ്മളെ കൊണ്ട് വർത്താനം പറയാൻ അനുവദിച്ചാൽ അറിയാലോ എന്താ സംഭവിക്കുക. നമ്മളെ കുറിച്ചുള്ള ഇംപ്രഷൻ പോയി. അതെ, അതിലും നല്ലത് അജയ് അങ്ങ് പെർഫോം ചെയ്ത് തുടങ്ങുന്നതായിരുന്നു. അപ്പോ ഇന്ന് ഈ ഫ്ലോറിൽ ഞാൻ പൂർണ്ണമായും പാട്ട് അല്ലെങ്കിൽ പാട്ടുകാരെ അനുകരിക്കുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അടിപൊളി. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഹബീബി സോങ് ആണ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹബീബി സോങ്, ഡബ്സിയുടെ ഹബീബി സോങ്. പല താരങ്ങള് പാടിയാൽ എങ്ങനെ ഇരിക്കും, നമുക്ക് എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. ഹബീബി എന്ത ഹബീബി മിറങ്ങും നമ്മടെ ബീബി, ഖലീഫയ്ക്കൊത്തൊരു ബീബി, പീസായൊരു ബീബി, കലാത്തിലുപ്പവതാരെ ഒതുക്കാൻ ബർബറിയാണ്, വേറെ വേറെ സാക്ഷിയതാണ്, അവനാണൊരു വാറ്. ഹബീബി 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 എന്തൊരു ബീബി, ഹബീബി ഹബീബി എന്തൊരു ഒരു ബീബി. സൂപ്പർ. കിനാവില് മാലിക പണിയണ മാറ്റത് തീർക്കണ കാത്തവനാണ്, സയാറയിലാണവനേറിയ നേരവ പാഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പ്രഭാകിയ ചൂടിതടക്കൽ ചൂരതിലേറിയ സുമുഖമനാണ്, സഹാബിന് വേണ്ടി നടക്കുന്ന കിസയത്തെ പോലൊരു പാട്ടവനാണ്. ദിനാറിന്റെ പായിൽ ഇറന്നാണ് തൂക്കം, മസറാട്ടിക്കൂട്ടിൽ ഇരുന്നാണ് പോക്കും, തിളങ്ങുന്ന നോക്കിൽ കടം കൊണ്ട കാട്ടൽ, കടിഞ്ഞാണ് പൂട്ടി നറുക്കെട്ട് കൂട്ടി, പിറന്ന പാതിരകൾ നിറഞ്ഞ താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു നിറഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അടിച്ചു തെളിച്ച് പൊളിച്ചടുക്കി. താങ്ക് യു താങ്ക് യു. ഇത് വാമപ്പ് ആയിരുന്നില്ലേ? വാമപ്പ് ചെയ്യാൻ വേണ്ടി. അടുത്തതായി ഞാൻ ലാൽ സാറിന്റെ ഒപ്പം ഒരു പാട്ട്, ഇങ്ങനെ ഹണീബിയിലെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ അത് വളരെയധികം നല്ല റെസ്പോൺസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ സൗണ്ട് അനുകരിച്ചുകൊണ്ട്. ഇവിടെ ഞാൻ ഹണീബി 2 എന്ന മൂവിയിലെ ഒരു പാട്ട് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കേ. പല ഭാഷയും ദേശക്കാരും ഒരുമിച്ചൊരിടപാടെ, മലയാളം കൊച്ചി ശൈലി പറയുമ്പോ രസപാടെ, പഞ്ചാബി ഹിന്ദി പിന്നെ ഗുജറാത്തി ബംഗാളി, ഇനിയില്ല കൊച്ചിയിലുള്ള മൊഴിയേത് പറമായി, ഇവിടില്ല താളോടില്ല നീ കൊച്ചി നമ്മുടെ കൊച്ചി, നേരാടെ നമ്മുടെ കൊച്ചി, ഇത് നമ്മുടെ മുത്താടെ, പറയാറുണ്ട് നമ്മുടെ കൊച്ചി, കഥ ചൊല്ലാൻ വരവാടേ. താങ്ക് യു. അടുത്തത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വേണുഗോപാൽ സാറിന്റെ ശബ്ദമാണ്. ആ ശബ്ദം ചെയ്തപ്പോൾ അദ്ദേഹം വന്ന് കമന്റ് ഇട്ടു. അദ്ദേഹത്തിന്റെ മകനും വന്ന് ഈ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്തത്. അപ്പോൾ ഈ പാട്ടിനിടയിൽ അദ്ദേഹം വന്ന് കമന്റ് ഇട്ടത് വളരെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു 4 വരി അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് സോങ്. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലെ തോർമകളായി കിനാവിലെ മുത്തേ നീ വന്നു. സൂപ്പർ, അടിപൊളി. ഇനിയുമുണ്ടോ പാട്ടുകാരുടെ ലിസ്റ്റുകൾ? അടുത്തത് നമ്മുടെ ഷഹബാസ് അമൻ സാറിന്റെ ശബ്ദമാണ്, മിഴിയിൽ നിന്നും സോങ്.
മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞു പോയി നമ്മൾ മെല്ലെ മഴയറിഞ്ഞിരവറിഞ്ഞ് അകമഴിഞ്ഞോ നമ്മൾ മെല്ലെ മായാനദി. അടുത്തത് ഞാൻ നമ്മുടെ ആ ഉണ്ണിമേനോൻ സാറിന്റെ രതിപുഷ്പം ആ സോങ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാണ്. പൊളിക്കും. ആ രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം അധര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം. താങ്ക് യു. ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ. അതെ, ചോദിച്ചോ. നോർമലി സംസാരിക്കുമ്പോ ഇൻട്രേറ്റായിട്ട് സംസാരിക്കുന്ന എവിടെയോ എന്റെ ഒരു- വീടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടമേ ഉള്ളൂ. എന്റെ തന്തയുടെ മാപ്പ് ജയം പറയൂല, കയറെങ്കിൽ കയറി അഴിയെങ്കിൽ അഴി. മാറിയില്ലേ? നോർമലി സംസാരിക്കുമ്പോ അവര് class voice നല്ലതാ. മാത്രമല്ല എനിക്ക് പൃഥ്വിരാജിന്റെ സൗണ്ട് ഇടയ്ക്ക് വരാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് രാജേട്ടനെ വേദിയിലേക്ക് വിളിക്കാൻ വേണോ? ഞാനിവിടെ അദ്ദേഹത്തിന്റെ ഹൃദയം സിനിമയിലെ അദ്ദേഹം തന്നെ പാടിയ ഒരു പാട്ട് ഇവിടെ പാടാൻ ശ്രമിക്കാം. ഓക്കെ ഡൺ. താരം തെളിഞ്ഞ മനസ്സിനുള്ളിൽ പാതിരമുയരുന്നു ആകാശക്കൊമ്പിൽ കാറ്റിൻ കൊമ്പത്തെ പോകു പൊന്മയിലെ എല്ലാം എല്ലാം എൻ കയ്യിൽ വേണം. താതകതൈതാരെ 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 തന്നാനെ തന്നാനെ താതകതൈതാരെ 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 തന്നാനെ തന്നാനെ. അടിപൊളി. ഞാന് പോകുന്നതിന് മുന്നേ ചെയ്യാൻ പോകുന്നത് കുതന്ത്രം റാപ്പ്. കുതന്ത്രത്തിന്റെ റാപ്പോ? കുതന്ത്രം സോങ് റാപ്പ് സോങ് ഉണ്ടല്ലോ, അത് പല പല താരങ്ങള് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ആറാട്ടെണ്ണനൊക്കെ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ചെയിൻ സോങ് എന്ന് പറയുന്ന പോലെ ചെയിൻ ആർട്ടിസ്റ്റുകളാണ് ഒരേ പാട്ട് പാടാൻ പോകുന്നത് അല്ലേ? അതെ അതെ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ റിവ്യൂ വാങ്ങുകയില്ല കറ്റായം ഇനാവ് കൊണ്ട് കെട്ടും ഫസ്റ്റ് ഹാഫ് അതിൽ ഫുള്ള് സ്റ്റോറിയാണ് സെക്കൻഡ് ഹാഫ്. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചക്കെറുക്കൽ നീ ഉയരത്തിൽ പറക്ക്, ചേർ പൂത്താലും താമര കണക്ക്, ചോറ് പോരമണ്ട് ജീവിക്കാൻ നമുക്ക്. കഥന കഥയൊന്നും അറിയാത്ത തോട്ടം, ഉറങ്ങുകറകളിലോ പൂന്തോട്ടം, വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഉറങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവിക്കൂട്ടം പോലെ കൂട്ടിയല്ല മുക്കാത്തൊട്ട്, കുതിര പോലെ താങ്ങി വേണ്ടതല്ല പള്ളിക്കെട്ട്, കയറി വിട്ട കാല ജീവിതമോ ജല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാത്ത തൃശ്ശൂർക്കാർ തുണയുണ്ടല്ലോ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാത്ത തൃശ്ശൂർക്കാർ തുണയുണ്ടല്ലോ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാത്ത തൃശ്ശൂർക്കാർ തുണയുണ്ടല്ലോ. സൂപ്പർ എൻഡിങ്, സൂപ്പർ എൻഡിങ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു അലീന. എങ്ങനെ പോകുന്നു ഇൻസ്റ്റാ ലൈഫ് ഒക്കെ? ഇൻസ്റ്റ നല്ലോണം പോകുന്നു. ഫോളോവേഴ്സ് ഒക്കെ കൂടുന്നുണ്ടോ? ഒറ്റയടിക്ക് 25,000 അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ എല്ലാം ഗംഭീരമായിട്ട് നടക്കട്ടെ. താങ്ക് യു.